യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ പ്രകോപിതനായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മാനദണ്ഡം എന്ത് എന്നുള്ള ചോദ്യത്തോട് പ്രകോപിതനായ പ്രതിപക്ഷ നേതാവ് അതൊക്കെ നിങ്ങൾ എന്തിനറിയണം, എന്ത് അടിസ്ഥാനത്തിലാണ് അധ്യക്ഷനെ തീരുമാനിക്കുന്നതെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അറിയണ്ട എന്നുള്ളതാണ് പറയുന്നത്. അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ച് അറിയിക്കുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി സംഘടനയിൽ തർക്കം രൂക്ഷമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് 1.5 മാസമായിട്ടും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അബിൻ വർക്കി പ്രസിഡന്റ് ആകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ നോമിനിയായ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് വി ഡി സതീശൻ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൊമ്പ് കോർത്തിരിക്കുകയാണ് സഹ MLA-മാർ. പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ വിളിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ളത് ആരോപിച്ച് തന്നെയായിരുന്നു തർക്കം. വി ഡി സതീശനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ നീരസം പുകയുന്നതിനിടെയാണ് അദ്ദേഹത്തിനെതിരെ ചില MLA-മാരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങിയതിന് പിന്നാലെ തന്നെ MLA-മാർ പ്രതിഷേധ സ്വരമുയർത്തി. ചെറു പ്രസംഗത്തിന് പിന്നാലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗം അവസാനിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാവ് പ്രിന്റു മഹാദേവ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ ഭീഷണി പരാമർശത്തിൽ പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ തനിക്കും വി ഡി സതീശനും പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം യോഗം പെട്ടെന്ന് അവസാനിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് ചില MLA-മാരെ ചോദിപ്പിച്ചു. യോഗം പെട്ടെന്ന് നിർത്തിവെക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തെ അവർ ചോദ്യം ചെയ്യുകയായിരുന്നു. CR മഹേഷ് കരുനാഗപ്പള്ളി, മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധമെന്ന് ചില MLA-മാർ പറയുന്നുണ്ട്. പതിവായി പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതിൽ നേതൃത്വം തികഞ്ഞ പരാജയമാണ് എന്നും MLA-മാർ വിമർശനം ഉന്നയിച്ചു. വി ഡി സതീശൻ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്ന രീതിയെയും MLA-മാർ വിമർശന വിധേയമാക്കി. ചില MLA-മാർ യോഗം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനുള്ളയും എതിർക്കുകയായിരുന്നു. യോഗം നിർത്താനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തെ അവർ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു മുതിർന്ന MLA പറയുന്നത്. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ പാർലമെന്ററി പാർട്ടി 2 or 3 തവണ മാത്രമേ യോഗം ചേർന്നിട്ടുള്ളൂ. അത്തരം യോഗത്തിൽ നടന്ന ചർച്ചകൾ ബലമില്ലാതെ വെട്ടിച്ചുരുക്കി. അതുകൊണ്ടാണ് UDF-ന്റെ ഫ്ലോർ മാനേജ്മെന്റ് ആവർത്തിച്ച് പരാജയപ്പെട്ടത് എന്ന് പ്രതിഷേധത്തിനിടെ MLA-മാർ പറയുകയാണ്. നിയമസഭയിൽ 20 കോൺഗ്രസ് അംഗങ്ങൾ മാത്രം ഉള്ളപ്പോൾ പോലും പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 തവണ മാത്രമാണ് പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ നടന്നത്. ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു MLA ചോദിക്കുന്നത്. യോഗത്തിൽ സംഘർഷ അന്തരീക്ഷം ഉടലെടുത്തതോടെ വി ഡി സതീശൻ ഇടപെടുകയായിരുന്നു. മതി ഇനി സംസാരിക്കണ്ട എന്ന് അദ്ദേഹം തുറന്നടിച്ച് കൂടുതൽ പ്രകോപിപ്പിച്ചതായി MLA-മാരുടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. വി ഡി സതീശന് അഹങ്കാരമാണ് എന്ന് MLA-മാർ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. തുടർന്ന് സംസാരിച്ചാൽ എന്ത് നടപടി എടുക്കുമെന്ന് കാണട്ടെ എന്നും അവർ നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്. ഒടുവിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അതിനിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും വി ഡി സതീശൻ മറുപടി നൽകാൻ തയ്യാറായിട്ടുമില്ല.